21ാമത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്വപ്നം കണ്ടല്ലോ. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. അഥവാ ഇപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മിസ്രിലെ ഉന്നതനായിട്ടുള്ള ഭരണാധികാരിയായി തീർന്നു. ഇനി അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്താണോ പറഞ്ഞു കൊടുത്തത് അത് അതേപോലെ ഈജിപ്തിൽ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഈജിപ്തിൽ 7 വർഷം അതികഠിനമായിട്ട് നല്ലൊരു ക്ഷേമത്തിൻ്റെ സുഭിക്ഷതയുടെ കാലഘട്ടമായിരുന്നു. അങ്ങനെ ആ 7 വർഷത്തിന് ശേഷം എന്തായി, അതികഠിനമായിട്ടുള്ള ഈജിപ്ത് മാത്രമല്ല ഈജിപ്തിൻ്റെ സമീപ പ്രദേശത്തൊക്കെ എന്തായി, അതികഠിനമായിട്ടുള്ള വരൾച്ചയുണ്ടായി, ക്ഷാമമുണ്ടായി. അപ്പോൾ ഈജിപ്ത് മാത്രമേ എന്തായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുകയും ഈജിപ്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞല്ലോ എന്താണ് സൂക്ഷിച്ചു വെക്കുക. അങ്ങനെ അവർക്ക് എന്താണ് ആവശ്യത്തിനുള്ള ധാന്യം അവരുടെ പക്കലുണ്ടായിരുന്നു. അങ്ങനെ സൂക്ഷിച്ചെടുത്ത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ സമീപ പ്രദേശത്ത് നിന്നൊക്കെ ഈ ഒരു ക്ഷാമം കാരണം ഈജിപ്തിലേക്ക് വന്നു. ഈജിപ്തിൽ നല്ല ഉദാരമനസ്കനായിട്ടുള്ള രാജാവുണ്ട്. ആ രാജാവ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്താണ് ഷാമിലുള്ള യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമും കുടുംബവും അറിഞ്ഞു. അങ്ങനെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ മക്കളെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്, ഈ രാജാവിൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ഭക്ഷണവുമായിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെല്ലാവരും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് വന്നു. അവർ യൂസുഫ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്താണ് അവരെ മനസ്സിലായി, തന്നെ സ്വാഭാവികപ്പെട്ടെന്ന് മനസ്സിലാകുമല്ലോ. എന്നാലാണെങ്കിലോ അവർക്കൊരിക്കലും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ മനസ്സിലായിട്ടില്ല. അങ്ങനെ മനസ്സിലാവാനാ? കാരണം അവർ പൊട്ടക്കിണറ്റിൽ ഇട്ടതാണ്. ഇങ്ങനത്തെ മാത്രമല്ല ഒരു എത്ര വർഷം കഴിഞ്ഞു പോയി എന്നുള്ളിടത്തൊക്കെ പറയുമ്പോൾ ഒരുപാട് അഭിപ്രായ ഭിന്നതയാണ്. 30-40 വർഷത്തോളം എന്തായാലും കഴിഞ്ഞ് തീരുന്നുണ്ട്. അത്രയും കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് എന്താകുന്നത്, അവര് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് കണ്ടുമുട്ടുന്നത്. അവർ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇത് യൂസുഫ് നബിയാണെന്ന്, തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ യൂസുഫ് നബിക്ക് എന്താകുന്നുണ്ട്, അവരെ തിരിച്ചറിയാൻ പറ്റി. ഇവര് കൂട്ടത്തിൽ ആര് വന്നിട്ടില്ലായിരുന്നു? ബിന്യാമീൻ വന്നിട്ടില്ലായിരുന്നു. കാരണം ബിന്യാമീൻ ഒരിക്കലും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നഷ്ടപ്പെട്ടതോട് കൂടിയിട്ട് പിന്നെ ബിന്യാമീനാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാതെ നോക്കുന്നത്. ബിന്യാമീൻ എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നേരെ ഉമ്മയൊത്ത സഹോദരൻ. അഥവാ മറ്റുള്ളവരൊക്കെ മറ്റുള്ള യാക്കൂബ് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. വേറൊരു ഭാര്യയിൽ നിന്നുണ്ടായതാണ് മറ്റുള്ളവരൊക്കെ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയും ബിന്യാമീൻ എന്നവരുടെ ഉമ്മയും എന്താണ് ഒരാളാണ്. അപ്പോൾ യൂസുഫ് നബിക്ക് ബിന്യാമീൻ എങ്ങനെയെങ്കിലും കാണണം എന്നുണ്ടായിരുന്നു. പക്ഷെ ബിന്യാമീൻ കൂട്ടത്തിൽ എന്തായിട്ടില്ല, വന്നിട്ടില്ല. യാക്കൂബ് നബി ബിന്യാമീനെ വിട്ടിട്ടുമില്ല. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇനി നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുന്നേരം നിങ്ങളുടെ ഒരു സഹോദരനും കൂടി ഉണ്ടല്ലോ, ആ സഹോദരനെയും കൂടി കൂട്ടി വന്നാൽ എന്താവുള്ളൂ, നിങ്ങൾക്ക് ഇവിടുന്ന് റേഷൻ തരുള്ളൂ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ധാന്യം തരുള്ളൂ, ഇനി എന്താവില്ല, അല്ലാതെ അവരില്ലാതെ വന്നാൽ തരൂല എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്താക്കണം ഒന്നുകൂടി ഒരു സന്തോഷിപ്പിക്കുകയും വേണമല്ലോ. അവരുടെ പക്കലുള്ള നാണയം പോലെ അല്ലെങ്കിൽ ബാർട്ടർ സമ്പ്രദായം ആയിരിക്കില്ല എന്നൊക്കെ, അവരുടെ പക്കലുള്ള എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് ആഹാര സാധനം തിരിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരെന്താണോ ഈ ഒരു ആഹാര സാധനത്തിന് പകരം നൽകിയത് അതെന്താണ് അവർക്ക് തന്നെ കൊടുത്തു, അവരറിയാതെ അവർക്ക് കൊടുത്തു. അങ്ങനെ അവര് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തെത്തി. അങ്ങനെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തെത്തി പറഞ്ഞു, ഇനി അടുത്ത പ്രാവശ്യം എന്താണ് നിർബന്ധമായിട്ട് ബിന്യാമിനെയും കൂടെ വേണം, അല്ലാതെ എന്താവില്ല ഭക്ഷണം തരൂല എന്നാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല വരുന്ന ആൾക്കാർക്ക് അനുസരിച്ചേ കൊടുക്കുള്ളൂ. 12 ആൾക്കാർക്ക് വന്നാൽ 12 അങ്ങനെ കൊടുക്കുള്ളൂ. 13 ആൾക്കുള്ളത് കൊടുക്കൂല. വീട്ടിൽ തന്നെ ആളുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്ന സമ്പ്രദായമല്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം ബിന്യാമിനും കൂടി വന്നാൽ എന്താണ്, ഒരാളുടെയും കൂടി എക്സ്ട്രാ റേഷൻ കിട്ടുകയും ചെയ്യും. ആ ഒരു അനുകൂലം ഉണ്ടല്ലോ. അങ്ങനെ അടുത്ത പ്രാവശ്യം എന്തായാലും ബിന്യാമിന് വേണമെന്ന് പറഞ്ഞു. പിന്നെ അവര് വീട്ടിലെത്തി ഇത് തുറന്നു നോക്കാണ്. വലമ്മ ഫതഹു മതാഅഹും വജദൂ ബിളാഅതഹും റുദ്ദത് ഇലൈഹിം. അവരെന്താണോ നാണയമായിട്ട് കൊടുത്തത്, നമ്മൾ സൗകര്യത്തിന് നാണയം എന്ന് പറയാണ്, നാണയമായിട്ട് എന്താണ് അവർ കൊടുത്തത് അതന്നെ എന്താക്കിയിട്ടുണ്ട്, തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു, കാലു യാ അബാന അമാനഹി, ഇതിലപ്പുറം എന്താണ് നമുക്ക് വേണ്ടത് എന്ന് പിതാവിനോട് ഇവർ പറയാണ്. ഹാദി ബിളാഅതുനാ റുദ്ദത് ഇലൈനാ, നമ്മൾ അവർക്ക് എന്താണോ കൊടുത്തത് അതെന്താണ് അതേപോലെ തിരിച്ചു തരികയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നല്ല രാജാവാണെന്നൊക്കെ ബോധ്യപ്പെട്ടപ്പം അടുത്ത തവണ എന്താക്കുകയാണ് ചെയ്യുന്നത്, ഇനി ആ ഭക്ഷണം കഴിഞ്ഞല്ലോ, ആ ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഇനി രണ്ടാമത് ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ബിന്യാമിനെയും കൂടിയുമായിട്ടാണ് എന്താകുന്നത് പോകുന്നത്. അപ്പോൾ യാക്കൂബ് നബിക്ക് തീരെ താല്പര്യമാകുന്നില്ല. പക്ഷെ വേറെ ഓപ്ഷൻ അല്ലല്ലോ. അങ്ങനെ ബിന്യാമിനെയും കൂടി എന്താവാണ് അവർ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബിന്യാമിനെയും കൂടി പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഒറ്റ വാതിലൂടെ പ്രവേശിക്കരുത്, കാരണം അത് കണ്ണേറ് തട്ടാതിരിക്കാനാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, അത് വേറൊരു വിഷയമായതുകൊണ്ട് നമ്മളത് അധികം പറയുന്നില്ല. ഏതായാലും വക്കാല യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ
അബ്വാബി മുതഫരിഖ. ഇത് മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നത് കിണർ തട്ടാനാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല ആ പിതാവിനോട് മക്കളോടുള്ള ഒരു കരുതലും സ്നേഹമാണ് നമ്മളെ കാണുന്നത്. ഇതിനൊക്കെ സംഭവിച്ചിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മക്കളോട് സ്നേഹം ഉണ്ടായിരുന്നു, ഇച്ചിരി സ്നേഹം യൂസുഫ് അലി ഇസ്ലാമിനോട് കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും മക്കൾ പോകുമ്പോൾ അവർക്ക് കണ്ണേറ് തട്ടരുത്, ഒരു അപായം സംഭവിക്കരുത് എന്ന് കരുതിയിട്ടാണല്ലോ അങ്ങനെ വ്യത്യസ്തമായ വഴികളിലൂടെ നിങ്ങൾ പോകണമെന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ ബിന്യാമീനോട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താകുന്നുണ്ട് കാര്യം പറയുന്നുണ്ട്. വലമ്മാ ദഖലു അലാ യൂസുഫ് ആവാ ഇലൈഹി അഖാഹു ഖാല ഇന്നി അന അഖൂക ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂൻ. ബിന്യാമീനോട് മാത്രമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇനി ബിന്യാമീനെ പിടിച്ചു വെക്കണം. ആർക്ക്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അതിനെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ പോകുന്ന സന്ദർഭത്തിൽ അവർക്ക് റേഷൻ്റെ ഭാണ്ഡക്കെട്ടായിട്ട് കൊടുക്കല്ലോ. ഈ ഭാണ്ഡക്കെട്ടായിട്ട് കൊടുക്കുന്ന നേരം ബിന്യാമീൻ്റെ ഭാണ്ഡക്കെട്ടിൽ എന്താക്കി അവിടെ അളക്കാൻ ഉപയോഗിച്ച സാധനം, അത് തഫ്സീലൊക്കെ പറയുന്നത് സ്വർണത്തിൻ്റെതായിരുന്നു, നല്ല വാല്യൂ ഉള്ള സാധനമായിരുന്നു. ആ ഒരു ഭാണ്ഡക്കെട്ടിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇട്ട് കൊടുത്തപ്പം പിന്നെ ഇവർ പോകാൻ നിൽക്കുന്ന നേരം എന്താണ്, ഈ രാജാവിൻ്റെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരിവാരങ്ങളൊക്കെ വന്ന് അവരെ ആകെ ഇങ്ങനെ ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്യുന്നവർ അവർ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടി വന്ന് എന്താണ് പിന്നെ ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അയ്യത്തുലായിരു എന്നക്കും ലസാരിക്കും കാലു അക്ബലു അലൈ മാതാ തഫ്കിദ്, എന്താണ് നിങ്ങൾ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു. അന്ന് പറഞ്ഞു കാലു നഫ്കിദ് സുആൽ മലിക്കി വലി മൻജാ അബി ഹമിൽ ബഅരി വ അനബി സായിം, ഞങ്ങൾക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടു. അപ്പോൾ പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഒരിക്കലും എന്താണ് മോഷ്ടിക്കാൻ വന്നല്ല, ഞങ്ങളങ്ങനെ മോഷ്ടാക്കളല്ല, ഞങ്ങളത് ചെയ്തിട്ടില്ല എന്നൊക്കെ തിരിച്ച് പറയുന്നത്. അപ്പം ചോദിച്ചത് കാലു ഫമാ ജസാഉ ഇൻ കുന്തും കാദിബീൻ, ഇനി നിങ്ങൾ മോഷ്ടിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയണ്ടല്ലോ, ഇനി നിങ്ങളത് മോഷ്ടിച്ചു എന്ന് തെളിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? കാലു ജസാഉ മൗ വുജിദ ഫീ റഹ്ലി ഫഹുവ ജസാഉ കദാലിക നജ്സിൽ ളാലിമീൻ, ആരിൽ നിന്നാണോ അത് കിട്ടുന്നത് അവരെന്തായിക്കോളും, നിങ്ങൾ തടമ്പുള്ളിയായിട്ട് വെച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്താക്കി പിന്നെ ചെക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഓരോരുത്തർ ഭാണ്ഡക്കെട്ട് ഇങ്ങനെ തുറന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, ചെക്ക് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ അവർക്ക് സംശയം അല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് സംശയം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ബിന്യാമിൻ്റെ പോയി തുറക്കുന്നില്ല, മറ്റുള്ളതാണ് എന്താണെന്ന് തുറന്ന് ഒന്നുമില്ല. പിന്നെന്താക്കി ലാസ്റ്റ് ബിന്യാമിനിലേക്ക് വന്നു. ബിന്യാമിനെ തുറന്നു നോക്കിയപ്പോൾ അതിലെന്താകുന്നുണ്ട്, ഇത് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് ബിന്യാമീനെ വിട്ടു തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പല രീതിയിൽ എന്താകുന്നുണ്ട്, ബിന്യാമീൻ എങ്ങനെയെങ്കിലും വിട്ടുകൊണ്ടാണ്, ബിന്യാമീന് പകരം ഞങ്ങൾ ആരെങ്കിലും പിടിച്ചു വെച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അവരുടെ അന്നത്തെ ശരീരത്ത് പ്രകാരം ആരിൽ നിന്നാണോ പിടിക്കപ്പെട്ടത് അവർ മാത്രമേ ബന്ദിയാക്കാൻ പാടുള്ളൂ. വേറൊരാളെ ചെയ്യുന്നത് എന്താണ്, മഹാപാപമാണ്. അപ്പോൾ ഞങ്ങൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിന്നെ ബിന്യാമീൻ ഇല്ലാതെയാണ്, അതിൽ തന്നെ ഒരു സഹോദരൻ, ആ സഹോദരൻ യഹൂദയാണ് എന്ന് ചരിത്രങ്ങളിലൊക്കെ കാണാൻ വധിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള അവർ പറഞ്ഞത് ആദ്യത്തെ സംഭവത്തിന് ശേഷം ഒരു മനംമാറ്റം സംഭവിച്ചു. കാരണം ബിന്യാമിന് പകരം ഞങ്ങൾ ആരെങ്കിലും നിന്നുകൊള്ളാമെന്ന് അവരിങ്ങോട്ട് പറയുന്നുണ്ട്. പക്ഷെ എന്താകുന്നില്ല, അവരൊരിക്കലും അത് എന്താകുന്നില്ല, തയ്യാറാകുന്നില്ല. അപ്പോൾ പറഞ്ഞു പിന്നെ ഇനി നിങ്ങൾ എന്തായിക്കോളൂ, പിതാവിൻ്റെ അടുത്ത് പോയിക്കോളൂ, ഞാൻ എന്താവില്ല ഒരിക്കലും പിതാവിൻ്റെ അടുത്തേക്ക് വരില്ല എന്ന് പറഞ്ഞ് അവരവിടെ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.